എവ്രി വൺ വെൽക്കം ടു ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ഇൻകം. ഓക്കെ, ഈ ഫൈനാൻസ് വിത്ത് അലക്സ് ആൻഡ് അലൻ എന്നുള്ള ചാനലിന് എത്ര യൂട്യൂബ് ആഡിൽ നിന്നും സ്പോൺസർഷിപ്പിൽ നിന്നും എത്ര വന്നു എന്നുള്ള ഫുൾ റിവീൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണിച്ചു തരും. ആൻഡ് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഫുൾ ഇൻകം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു സെപ്പറേറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും അലക്സിനും വേറെ വേറെ പോർട്ട്ഫോളിയോസ് ഉണ്ട്, സ്വന്തമായിട്ട് ചെയ്യുന്ന കുറേ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതല്ലാതെ വേറൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ യൂട്യൂബ് ഇൻകം എത്രയാണെന്ന് റിവീൽ ചെയ്യാം. അത് മൊത്തം നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് മ്യൂച്വൽ ഫണ്ടിലാണെന്നും എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും എത്ര റിട്ടേൺ കിട്ടുന്നുള്ള എല്ലാം ഫുൾ ട്രാൻസ്പെറൻറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ ഇൻകം കിട്ടിയത് താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഓക്കെ, മെയിൻലി നമ്മുടെ സ്റ്റുഡൻസ് ബേസിൽ നിന്നാണ് വന്നത്. അത് പോരാതെ വേറെ യൂട്യൂബിൽ നിന്ന് വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത്രയും ഷോർട്ട് ടൈം ഇത്രയും സപ്പോർട്ട് കാണിച്ചു, വീഡിയോസ് ഷെയർ ചെയ്തു, ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, കമൻറ്റ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ്. സോ താങ്ക് യു ടു ഓൾ അവർ ഓഡിയൻസ്. അപ്പോൾ നിങ്ങളില്ലാണ്ട് ഇത് പറ്റൂലായിരുന്നു. അപ്പോൾ ഈ എമൗണ്ട് ഇതൊരു ഫൈനാൻഷ്യൽ ചാനലല്ലേ, അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും അതേപോലെ നമ്മുടെ ഫൈനാൻഷ്യൽ വേൾഡിൻ്റെ ഫുൾ ജേർണി കാണിച്ചു തരാം. ഓക്കെ, അത് കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഡൗൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫുൾ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് എവിടെ വരിക, നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലാതെ നമ്മുടെ പോസ്റ്റ് സെക്ഷനിൽ, ഓക്കെ, പോസ്റ്റ് സെക്ഷനിൽ മന്ത്ലി എല്ലാ മാസവും ഫസ്റ്റ് 1-ാം തീയതി നമ്മൾ എന്ത് ചെയ്യും, ഇതിന് അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ പോസ്റ്റ് സെക്ഷൻ ചെക്ക് ചെയ്യാനും മറക്കരുത്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഞങ്ങളിതിൽ വാങ്ങിച്ച് കാണിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സോ സ്റ്റോക്സോ നിങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കാം. കാരണം ദിസ് ഈസ് നോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ്. ഞങ്ങൾ ഈ മണി നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യാവുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി കാണിച്ചാൽ ഇത് നിങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷനോ അല്ല, അല്ലെങ്കിൽ അഡ്വൈസോ അല്ല. അപ്പം നമുക്ക് ഈ എമൗണ്ട് എങ്ങനെ ഗ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ജേർണി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയ വീഡിയോസ് ഉണ്ട് സ്റ്റുഡൻസിനും, അതേപോലെ എങ്ങനെ ഏൺ ചെയ്യാമെന്നും അതേപോലെ ഏത് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി ഒക്കെ പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ റിവ്യൂയിലേക്ക്, നമ്മുടെ യൂട്യൂബ് ഇൻകം എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് യൂട്യൂബ് എടുത്ത് നമുക്ക് നോക്കാം എത്രയാണ് നമ്മുടെ ഇൻകം എന്ന്. വീണ്ടും എനിക്ക് എംഫസൈസ് ചെയ്യണം, താങ്ക് യു ടു ഓൾ അവർ ഓഡിയൻസ്, എസ്പെഷ്യലി അവർ സ്റ്റുഡൻസ്. ഇത്രയും പെട്ടെന്ന് നമുക്ക് 57K സബ് ആക്കി തന്നു. അപ്പോൾ പ്രതീക്ഷയുണ്ട് പെട്ടെന്ന് തന്നെ 100K ആക്കുന്ന 100K ആകുമ്പോൾ വേറെ തന്നെ രസമായിരിക്കും. അപ്പം നീ വൈകുന്നില്ല, നമുക്ക് റിവ്യൂല് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലാസ്റ്റ് 28 ഡേയ്സിൽ, ഓക്കെ, ലാസ്റ്റ് 28 ഡേയ്സിൽ നമ്മൾ 36,000 റുപ്പീസ് ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുറേ യൂട്യൂബിലെ വേറെ വലിയ ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കിയ ലക്ഷങ്ങളും കോടിക്കണക്കിനുള്ള പൈസ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 36,000 വലിയ സംഭവമല്ലല്ലോ. നമ്മളൊരു കുഞ്ഞു ചാനൽ പെട്ടെന്ന് ഗ്രോ ചെയ്ത് വന്ന നിങ്ങളുടെ സപ്പോർട്ട് കാരണം വന്ന ചാനലാണ്. അപ്പോൾ 36K നമുക്ക് വലിയ സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ ഇത് ലാസ്റ്റ് 28 ഡേയ്സിൽ നമുക്ക് എത്ര ടോട്ടൽ വന്നു കാണാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 28 ഡേയ്സിൽ 36K വന്നു, വിച്ച് ഇസ് എ ലോട്ട് ഞങ്ങളെ സംബന്ധിച്ചിട്ട്. അപ്പം നമ്മുടെ ഫുൾ ലൈഫ് ടൈമിലേക്ക് നോക്കിയാൽ നമുക്ക് 66,000 റുപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു എവ്രി വൺ വീണ്ടും. ആൻഡ് 57K സബ് ഉണ്ട്, അപ്പോൾ വീണ്ടും അതിന് താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ 66,000 നമ്മൾ ഇത്രയും നേരമായിട്ട് ഉണ്ടാക്കിയ പൈസ. ഇനിയിപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം കൂടുതൽ നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതും ഇതിലേക്ക് ഇടും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ ആ പോർട്ട്ഫോളിയോയിൽ ഇടും, എങ്ങനെ ഗ്രോ ചെയ്യുന്നൊക്കെ കാണിച്ചിടാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തരുത്, കാരണം നമുക്ക് ഈ 66,000 പൈസ റിവ്യൂല് മാത്രമല്ല അറിയേണ്ടത്, നമുക്കിത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് കാണാം. അതിനുള്ള സ്ട്രാറ്റജിയും കൂടി ഞാൻ കാണിച്ചു തരാം, ഫുൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 66,419 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് കുറേ ബ്രാൻഡ് കൊളാബറേഷനും റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, സ്പോൺസർഷിപ്പ് ഡീൽസൊക്കെ. പക്ഷേ ഇതുവരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ വളരെ ട്രസ്റ്റഡ് ബ്രാൻഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അത്ര ഉറപ്പുള്ള ബ്രാൻഡ്സ് മാത്രമായിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ആൻഡ് നമ്മൾ ചെയ്യുന്ന ഏതൊരു ആഡോ കൊളാബറേഷനോ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യും ഇത് ആഡാണ്. ഓക്കെ, അപ്പം ഇനി വരുന്നുണ്ടാകും, പക്ഷേ ഇത്രയായിട്ട് നമ്മൾ ഒരു കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. സോ ലെറ്റ്സ് ഇൻവെസ്റ്റ് ആർ 66,000 റുപ്പീസ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. നമ്മളിവിടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പ് കുവേര ആപ്പാണ്. അത്യാവശ്യം ട്രസ്റ്റഡ് ആപ്പാണ്. ഞാനും അലക്സും പേഴ്സണലി ഉപയോഗിക്കുന്ന ആപ്പ് ഇതല്ല, ഞങ്ങൾ IND മണി ആൻഡ് ഗ്രോ ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് പോർട്ട്ഫോളിയോ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം വെൽ റേറ്റഡ് ആപ്പാണ്, ട്രസ്റ്റഡ് ആപ്പാണ്. ഓക്കെ, വീണ്ടും റെക്കമെൻഡേഷൻ അല്ല. നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ ഈ ഇൻകം ആൻഡ് വരാൻ പോകുന്ന ഇൻകം ഒക്കെ തൽക്കാലം നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പേഴ്സണലി ഞങ്ങൾ സ്റ്റോക്സിലും കുറേ മ്യൂച്വൽ ഫണ്ട്സിലും ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഈ എമൗണ്ട് ഓൺലി മ്യൂച്വൽ ഫണ്ട്സ്. വീണ്ടും പറയാണ്, നിങ്ങളിത് കോപ്പി ചെയ്യാനൊരു സ്ട്രാറ്റജി ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നമ്മളിതൊരു ഗ്രോത്ത്, ഒരു ലേണിംഗ് എക്സ്പീരിയൻസും, അത് ഈ ഗ്രോത്തും ആൻഡ് ഡിപ്പൊക്കെ പഠിക്കാനും അതിൽ നിന്ന് നമുക്ക് ഓരോ സ്ട്രാറ്റജീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കുന്നത് അതന്നെ നിങ്ങൾ കോപ്പി അടിച്ച് വാങ്ങിക്കരുത്. ദിസ് ഇസ് നോട്ട് എൻ അഡ്വൈസ്, ദിസ് ഇസ് നോട്ട് എ ബൈ യോർ സെൽ റെക്കമെൻഡേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ മാർക്കറ്റ് ഇപ്പോൾ എന്ത് ട്രെൻഡാണ്. ഇപ്പോൾ ഒരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 26,000 പീക്കൊക്കെ കുറച്ച് മാസങ്ങൾ മുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡൗണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി. പക്ഷേ ഇപ്പോൾ ഒരു തിരിച്ച് മേലേക്ക് പോവോ താഴേക്ക് വരുമോ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ 80% എക്വിറ്റിയിലും, ഓക്കെ, 80% നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുന്ന മ്യൂച്വൽ ഫണ്ടിലും, അതാണ് എക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സും, ആൻഡ് 20% ഡെറ്റ്,
ഡെറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ബേസിക്കലി ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് 80% അങ്ങനെ വെക്കും, 20% ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ 66,000 80% നമ്മളെന്താ എക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലിടും. അത് നേരെ ഇടാൻ പോകാൻ 20% നമ്മൾ ഡെറ്റായിട്ട് വെക്കും. എന്തിനാണ് ഈ ഡെറ്റായിട്ട് വെക്കുന്നത്? രണ്ട് സിനാരിയോ ആണ് സംഭവിക്കാം. സിനാരിയോ ആണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇനിയും ഫോളോ ചെയ്യും. ഓക്കെ, മാർക്കറ്റ് ഇനിയും ഫോളോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഡെറ്റ് എന്നുള്ള ആ പൈസയൊക്കെ എടുത്തിട്ട് എക്വിറ്റിയിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുന്നുള്ള ഒരു പുതിയൊരു ടെൻഡൻസി ഉണ്ടാവും. ഇനിയും പൈസ പോയാലോ? ഇല്ല, നമുക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് വേറെ ഇൻകം ഉണ്ട്, സേഫ്റ്റി ഫണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഈ 20% കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് നമുക്ക് ആ ഡിപ്പിൽ ഇങ്ങനെ കുറച്ചൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഡിപ്പ് കറക്റ്റായിട്ടല്ല, മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ വാങ്ങിക്കാൻ പറ്റും, ഗ്രോ ചെയ്യുമ്പോൾ നന്നായിട്ട് ഗ്രോ ചെയ്യും. ഇനി സെക്കൻഡ് സിനാരിയോ എന്താണ്? സെക്കൻഡ് സിനാരിയോ മാർക്കറ്റ് ഇനിയും മേലേക്ക് പോകും, മാർക്കറ്റ് ഇനിയും പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ലിക്വിഡ് ഫണ്ട്സ് നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യും? നമ്മൾ ലോങ് ടേം ഡെറ്റിലേക്ക് ഇടും. ഓക്കെ, ലിക്വിഡ് ഫണ്ട്സ് പൊതുവെ ഒരു 5 to 6% റിട്ടേൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലോങ് ടേം ഡെറ്റ് ഫണ്ട്സ് ഒരു 7 to 8% വരും. ഇനി മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആകുമ്പോൾ നമുക്ക് ആ ലിക്വിഡ് ഫണ്ടിലെ ഡെറ്റ് ഫണ്ട് എടുത്തിട്ട് നമുക്ക് എക്വിറ്റിയിലേക്ക് പുഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 66,000 80% വിച്ച് ഇസ് 52,800 നമ്മൾ എക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കുവേർ ആപ്പിൻ്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ഉണ്ട്, നമുക്ക് ഇൻവെസ്റ്റിൽ പോവാം, നമുക്ക് മ്യൂച്വൽ ഫണ്ട് എടുക്കാം. നമ്മൾ ചൂസ് ചെയ്യുന്നത് പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പാണ്. ഫ്ലെക്സി എന്ന് പറയുമ്പോൾ അവർക്ക് ലാർജ് ഉണ്ടാവും, മിഡ് ഉണ്ടാവും, സ്മോൾ ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം സേഫായിട്ട് തോന്നുന്നൊരു ബെറ്റാണിത്. വീണ്ടും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും അല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചൂസ് ചെയ്യാം. ഞാനിവിടെ പരാഗ് പാരിക്, ഓക്കെ, പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പ് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ അതാണ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, SIP അല്ല, കാരണം യൂട്യൂബ് ഇൻകം വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. സോ വിച്ച് ഈസ് 52,800. ഓക്കെ, 52,800 ആണ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബൈ നൗ കൊടുക്കുന്നു. 394 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി ഞാൻ പേ ചെയ്തു 52,800. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓർഡർ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. 52,800 ഞാൻ UPI വഴി ചെയ്തിട്ടുണ്ട്. പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പ് ഗ്രോത്ത്. അപ്പം ഇന്നലെ നാളെ തന്നെ അതിൻ്റെ NAV സെറ്റ് ആവുന്നതായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് പോസ്റ്റ് സെക്ഷനിലുണ്ടാവും. ഇനി ബാക്കിയുള്ള 20% വിച്ച് ഇസ് 20 എന്ന് പറയുമ്പോൾ നമുക്ക് 66,000 20% 13,200. അതൊരു നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ ഇടാൻ പോവാണ്. വീണ്ടും ഇൻവെസ്റ്റിലേക്ക് വരുന്നു, മ്യൂച്വൽ ഫണ്ടിലേക്ക്. നമുക്ക് ലിക്വിഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ കുറേ കമ്പനീസ് ഉണ്ട്. തൽക്കാലം ഞാൻ HDFC ലിക്വിഡ് ഫണ്ട്, HDFC ലിക്വിഡ് ഗ്രോത്ത് ഡയറക്റ്റ് പ്ലാൻ. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. വീണ്ടും നിങ്ങൾ കാണാൻ പറ്റും 1 ഇയറിൽ 7% റിട്ടേൺസ്, ചിലപ്പോൾ 3 ഇയറിൽ 6.7, 5 ഇയറിൽ 5. നമ്മൾ ബേസിക്കലി ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ബേസിക്കലി ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നതിനെ പോലെ. ഓക്കെ, സേവിങ്സ് അക്കൗണ്ടിൽ വെച്ചാൽ 3 to 4% കിട്ടും. നിങ്ങൾക്ക് FDയിൽ ഇട്ടാൽ ചിലപ്പം 6 to 7 കിട്ടും. പക്ഷേ അത് ഇൻകം ടാക്സിൻ്റെ സ്ലാബിനനുസരിച്ച് വരും. അപ്പം ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഫണ്ടാണ്. നമുക്ക് ആവശ്യത്തിന് ഇത് എടുക്കാം, ലോങ് ടേമിലേക്ക് ഇടാം, ഡെറ്റിലേക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്വിറ്റിയിലേക്ക് ഇടാം, ആവശ്യത്തിനനുസരിച്ച്. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ബാക്കിയുള്ളത് വാങ്ങിക്കാനുള്ളത് 13,200. വീണ്ടും ഞാൻ ഓർഡർ ക്രിയേറ്റ് ചെയ്യണം, 13,200 ബൈ നൗ. ഓക്കെ, വീണ്ടും UPI ആണ്, ബാക്കിയുള്ള സ്ക്രീൻ നിങ്ങൾ കാണില്ല. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മുടെ ലിക്വിഡ് ഫണ്ട് വാങ്ങിച്ചിരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇൻ പ്രോസസ്സാണ്, 1-2 ദിവസം കൊണ്ട് കാണേണ്ടത്. NAV ഡേറ്റ് 6th മാർച്ചിൻ്റെ ആവും, ഇതും 6th മാർച്ചിൻ്റെ ആവും. നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത് 6th മാർച്ച്. അപ്പോൾ ഇന്നത്തെ NAV പക്ഷേ നാളെയാണ് നമുക്ക് അലോട്ട് ആവുക, നമ്മുടെ കാര്യങ്ങൾ വരിക. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പോർട്ട്ഫോളിയോ മൊത്തം നമ്മൾ എവിടെ ഇടും? നമ്മുടെ പോസ്റ്റ് സെക്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ പോർട്ട്ഫോളിയോ കാണിക്കാനില്ല. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനും, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറേ ഇൻകമിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഏർണിംഗ് മെമ്പേഴ്സ് ആരെങ്കിലും ഫാമിലി ഉണ്ട്, ചേട്ടന്മാരായിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, അവരും കൂടി കാണാൻ അവരോട് പറയാം. ഓക്കെ, വളരെ നല്ല കണ്ടന്റ് ആയിരിക്കും. അവർക്കും അവരുടെ സേവിങ്സോ അല്ലെങ്കിൽ ഗ്രോത്തോ അല്ലെങ്കിൽ ഫൈനാൻസോ മാനേജ് ചെയ്യാൻ നല്ലൊരു എഡ്യൂക്കേഷൻ ചാനൽ ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മുടെ ഗോൾ 100K ആണ്, മാക്സിമം പെട്ടെന്ന് എത്താൻ നോക്കാം. സോ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. വീണ്ടും ഇത് എല്ലാം നിങ്ങൾ കാരണമാണ് ഇത്ര ആയത്. അപ്പോൾ ഞങ്ങൾ ഇനിയും മാക്സിമം ഹൈ ക്വാളിറ്റി അടിപൊളി നല്ല കണ്ടൻറ് ഉണ്ടാക്കുന്നതായിരിക്കും, എഡ്യൂക്കേറ്റീവ് കണ്ടൻറ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ബിഗിനർ ഇൻവെസ്റ്റർ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ, സെക്കൻഡ് വീഡിയോ വന്നിട്ടുണ്ട്. ഇവിടെ പോയി ചെക്കൗട്ട് ചെയ്യുക, മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.